ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ഒരു കടലക്കറിയാണ്. വെള്ള കടലക്കറി എങ്ങനെയാണ് കുക്കറിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെള്ളക്കടല ഇതുവരെ ഇതുപോലെ കുക്കറിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, എളുപ്പമാർഗ്ഗത്തിൽ കുക്കറിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു കറി നമ്മുടെ പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ വെള്ള കടലക്കറി കുക്കറിൽ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1.5 കപ്പ് കടല ഒരു 8 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 2 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, 2 സവോള. വലിയ സവോള ആയതുകൊണ്ട് 2 എണ്ണം, ചെറിയ സവോള ആണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു 3 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ആദ്യം നമുക്ക് ഈ സവോളയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. പിന്നെ ഈ കറിയിലേക്ക് ചൂടുവെള്ളം മാത്രം ചേർക്കാം. പച്ചവെള്ളം ചേർത്തിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് ഇനിയൊരു തക്കാളിയാണ്. തക്കാളി നമുക്ക് വഴറ്റി കഴിയുമ്പോൾ ചേർക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ കുക്കർ ചൂടാക്കിയിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ കറി ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ നാടൻ കറികളാകുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുക. സാധാരണ നമ്മൾ ചന്ന മസാലയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ ചേർക്കാം കേട്ടോ. അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല. വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് എണ്ണയിലേക്ക് മിക്സായി വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി സവോളയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഒന്ന് സവോള ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയി തുടങ്ങട്ടെ. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആയില്ലെങ്കിലും ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളവും റെഡിയാക്കി വെക്കണം. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സവോള കുക്കായി വരട്ടെ, ചൂടുവെള്ളവും റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇനി പൊടികളൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ നന്നായിട്ട് കുക്കായി വരട്ടെ. പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് ഇളക്കി തുടങ്ങിയപ്പോൾ ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. പൊടികൾ കുക്കായി തുടങ്ങുന്നുണ്ട്. ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ചെറിയൊരു തക്കാളി, അധികം വലിപ്പമുള്ള തക്കാളി വേണ്ട.
ഇനി തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തക്കാളി ഒന്ന് കുക്കായി വന്നോളും. ഇതിലേക്ക് നമുക്ക് വേഗം മസാല കുക്കായി കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മസാല നന്നായി കുക്കായി വന്നോളും. ഒരുമിച്ച് തന്നെ കൂടുതൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് മസാല കുക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ചേർക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കടല കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള കടല എത്ര വിസിൽ കൊണ്ട് വേവുന്നു എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കുക കേട്ടോ. ചില കടല 6 7 വിസിൽ വന്നാലേ കുക്കായി വരുള്ളൂ. ചില കടല 3 4 വിസിൽ വരുമ്പോൾ കുക്കായി വരും. അതനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് 2 കപ്പ് എന്നുള്ളത് 2.5 കപ്പോ 3 കപ്പോ ചേർക്കുക. പിന്നെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗ്രേവിക്കായിട്ട് വീണ്ടും ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കടലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. കടലയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. ഇനി നമുക്ക് കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ആദ്യം സവോളയ്ക്ക് മാത്രമല്ല ഉപ്പ് ചേർത്തിട്ടുണ്ടായുള്ളൂ. ഇനി കടലയ്ക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. കടലയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കടല ഒരു 4 വിസിൽ വരുമ്പോൾ കുക്കായി വരും. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് 4 വിസിൽ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള കടലക്കറി റെഡി ആയി കഴിഞ്ഞു. കടലയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കറി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, കുറച്ച് ഗ്രേവി ഉണ്ട്. ഇതൊന്ന് വറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഗ്രേവിയോടുകൂടി തന്നെ എടുക്കാം. ഇത് വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാനൊന്ന് വറ്റിക്കാൻ പോവാണ്. ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി കുറഞ്ഞു വന്നോളും. പിന്നെ കടല ഉടച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉടച്ച് ചേർത്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ കുക്കറിൻ്റെ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടല ഉടഞ്ഞു വന്നോളും. കടല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു വന്നോളും. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു തിക്നെസ് വന്നോളും. പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഞാൻ എന്താ കടലയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി കണ്ടോ കുറച്ച് തിക്കായി വന്നു. ഇത്രയും മതി. ഇനി ചൂട് മാറി വരുമ്പോൾ വീണ്ടും തിക്കായി വരും. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്ന് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്തിരുന്ന സവോളയൊക്കെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി കടലക്കറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്തതുകൊണ്ട് വീണ്ടും കറിവേപ്പില ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.